നമ്മളുടെ ചാനലിലെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാൻ മിനിയാന്ന് പറഞ്ഞില്ലേ സുള്ളിയത്ത് ഹോസ്പിറ്റലിൽ പോയിന്ന്. ആ വരുമ്പോൾ കുറേ പൂച്ചെടിയുടെ വിത്ത് വിൽക്കുന്നുണ്ടായിനി. അത് ഞാൻ കൊണ്ടുവന്നിട്ടേ ഈ ചെടി നട്ടിൽ വിത്ത് ഇട്ടു കേട്ടോ. ചെടിയിൽ ചട്ടിയിൽ വളപ്പൊടിയും ഇതുമെല്ലാം ഇട്ടിട്ട് ഇതാ മുളച്ച് വരുന്നുണ്ട് നല്ല ഇതായിട്ട്. എന്ത് പൂവെന്നുള്ളത് ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട്. പറഞ്ഞു ഇത് ഈ പൂവാണ് കേട്ടോ ഇതിൽ കാണുന്നത്. ചിത്രത്തിൽ കാണുന്ന ഇതാണ് വിത്തിൻ്റെ കവറ്. അപ്പോൾ ഈ പൂവിൻ്റെ തയ്യാന്ന് ഇപ്പം മുളച്ചിട്ട് വന്നിട്ടില്ലത്. എല്ലാം മുളച്ചിട്ടില്ല, 2-3 മുളച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ കുറേ പൂവിൻ്റെ വിത്ത് വിൽക്കുന്നുണ്ടായിനി കേട്ടോ. നമ്മൾ പിന്നെ പച്ചക്കറിയുടെ വിത്ത് മേടിച്ചു, അത് മുളച്ച് വന്നു കേട്ടോ. നമ്മൾ മുട്ടത്തോട് കളയാലില്ല, അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ചെടിക്കിടുന്ന ഇത് നല്ല വളമാണ് മുട്ടത്തോട്. നമ്മളെപ്പോഴും വീട്ടിൽ മുട്ട കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തോട് വെറുതെ കളയണ്ട. അത് ഞാൻ ഈ മിക്സിയിൽ അവിടെ കുറേ ആയിട്ടാകുമ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് പൂച്ചെടിക്കിടുന്നതാണ്. പിന്നെ ഉള്ളിയുടെ ഇത് ചൂളിയായാലും അതും നമ്മൾ കളയലില്ല കേട്ടോ. അത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം പോർന്നാൽ നല്ല പൂച്ചെടിക്ക് നല്ല ഇതാണ്. ഞാനങ്ങനെ കുറേ പൂച്ചെടി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു ചെടി നട്ടത് ഇട്ടത് ഇത്ര പോലെ ആയിട്ടില്ല. ഇത് വളർന്ന് വരണം. അത്ര നട്ടത് അത്രേ ആയിട്ടില്ല. ഞാനന്ന് അങ്ങനെ 4-5 ചട്ടി പൂച്ചട്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിനി. അങ്ങനെ അതിൽ ഞാൻ പൂച്ചെടി നട്ടത്. 5 പൂച്ചട്ടി കിട്ടി 100 രൂപക്ക്. അതിൽ പൂച്ചെടി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ സുള്ളിയത്തുനിന്ന് വരുമ്പോൾ പയറ് വിത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൽ നല്ല പാങ്ങിൽ അന്ന് ഞാനിവിടെ വീട്ടിൽ നിന്ന് തന്നെ ഇതിൽ പയറിൻ്റെ കുരു നട്ടിട്ടുണ്ടായിട്ടൊന്നും ആയിട്ടില്ല, മുളച്ച് വന്നിട്ടില്ല. അതിന് ശേഷം ഞാൻ അവിടുന്ന് വരുമ്പോൾ കുറേ പച്ചക്കറിയുടെ വിത്ത് കണ്ടിട്ട് ആടുന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇട്ടിട്ട് മുളച്ച് വന്നതാണ്. ഇപ്പോൾ നല്ല പാങ്ങിലെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചീരയും വാളീനി അതുമെല്ലാം നല്ല പാങ്ങിൽ മുളച്ച് വന്നിട്ടുണ്ട്. ചാണകപ്പൊടിയും ആട്ടും കാസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് നട്ടിട്ടുണ്ടായത്. വാളിയത് ചീര എല്ലാം ഒന്നിച്ച് മുളച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു റോസാപ്പൂവിൻ്റെ തൈയും വന്നു. അത് പൊരിച്ച് കളയാൻ മനസ്സ് വന്നിട്ടില്ല എനിക്ക്. അത് ചെക്കിയാണ് കേട്ടോ, ചുവന്ന ചെക്കീരെ പൂവാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതും വളർന്നു. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഇത് നരമ്പൻ എന്ന് പറയും കേട്ടോ. ഈ ഒരു തൈ ഞാൻ വിത്ത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് നട്ടത് 4 മുളച്ചിട്ട് വന്നിട്ടുണ്ട്. നരമ്പൻ എന്ന് പറയും. കൊണ്ടുവന്ന വിത്തൊന്നും മുളക്കാതെ ഇരുന്നിട്ടില്ല കേട്ടോ, എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. നരമ്പൻ്റെ തൈയാണ്. ഞാൻ ചീരയുടെ വിത്ത് വാളിയിട്ട് അതിൽ നിന്ന് തൈ ഒരു വക തയ്യാകുമ്പോഴേ പൊരിച്ചിട്ട് വേറെ പാവലാണ് കേട്ടോ. ഇത് ഞാൻ അന്ന് ഇവിടെ ഉണ്ടായ തന്നെ ചീരയുടെ വിത്താണ്. അത് ഞാൻ പൊരിച്ചിട്ട് പാവിയിട്ട് ഇത്രക്കായി. പൊരിച്ച് പാവിയാൽ അല്ലെങ്കിൽ അടുത്തടുത്താകുമ്പോൾ അത്ര വേഗം അത് വളരില്ല. അതുകൊണ്ട് ഞാൻ പൊരിച്ച് നടലാണ്. നിങ്ങളാ മല്ലി വാളുന്നത് കാണിച്ചു തന്നില്ലേ?
നമ്മൾ മല്ലി കുതിർത്തിട്ട് വാളിയിട്ട് ഇപ്പോൾ അതാ മുളച്ച് വന്നിട്ടുണ്ട്. ഇത്രയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മല്ലിയില നമ്മൾ മേണിക്കുമ്പോൾ വിചാരിക്കുന്നില്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ മല്ലി കൊണ്ടുവന്നിട്ട് കുതിർത്തിട്ട് വാളുന്നത് കണ്ടു. അതുകൊണ്ട് ഞാനൊരു ചാക്കിൽ കുറച്ച് വളപ്പൊടിയും പിന്നെ മണ്ണും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനും വാളി നോക്കി. ഇപ്പോൾ അത് നല്ല പാങ്ങിൽ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇത്രക്കായി. അപ്പം നമുക്കും എല്ലാം പിന്നെ വാളിയാൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ചുവന്ന ചീരയത് ഇട്ടതാണ് ചാക്കിൽ. ഇത് മുളച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 പയറിൻ്റെ വിത്ത് ഇട്ടു മുളക്കും പറഞ്ഞിട്ട്. അപ്പോൾ അത് മുളച്ചു.